സുഹൃത്തുക്കളെ, ഈ കഥ രണ്ട് ഉറ്റ സുഹൃത്തുക്കളുടേതാണ്. അവർ ഒരേ ആൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നു. ആൺകുട്ടിയോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടി അവർ എല്ലാ അതിരുകളും ലംഘിച്ച് പരസ്പരം ശത്രുക്കളായി മാറുന്നു. അവസാനം ആ ആൺകുട്ടി ആർക്കൊപ്പമാണ് രാത്രി ചെലവഴിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കേറ്റ് എന്ന സുന്ദരിയായ പെൺകുട്ടിയെ കാണുന്നു. ഒരു സ്കൂൾ അധ്യാപികയായ കേറ്റ് ദിവസവും കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ കേറ്റ് ഒരു ആൺകുട്ടിയെ ശ്രദ്ധിച്ചു. അവൻ കേറ്റ് പറയുന്നതിൽ ശ്രദ്ധിക്കാതെ മറ്റെന്തോ വായിക്കുകയായിരുന്നു. നീ എന്താണ് ചെയ്യുന്നത് എന്ന് കേറ്റ് ചോദിച്ചപ്പോൾ ഞാനൊരു കോമിക് ബുക്ക് വായിക്കുകയാണ് എന്നവൻ മറുപടി നൽകി. ഇത് കേട്ടപ്പോൾ കേറ്റും അവന്റെ അടുത്തേക്ക് ചെന്ന് പുസ്തകം വായിക്കാൻ തുടങ്ങി. ക്രമേണ എല്ലാ കുട്ടികളും എഴുന്നേറ്റ് കേറ്റിന്റെ അടുത്തേക്ക് വന്നു. അധികം വൈകാതെ സ്കൂളിലെ പ്രിൻസിപ്പൽ ക്ലാസ്സിലേക്ക് വന്നു. പ്രിൻസിപ്പൽ കേറ്റിനെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ അവളോട് ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. പ്രിൻസിപ്പൽ കേറ്റിനോട് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിനു പകരം അവരെ വഴിതെറ്റിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് പ്രിൻസിപ്പൽ കേറ്റിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അതേസമയം നമ്മൾ മാറ്റി എന്ന പെൺകുട്ടിയെ കാണുന്നു. മാറ്റി ഒരു കമ്പനിയുടെ ഉടമസ്ഥന്റെ അടുത്ത് തന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വന്നിരിക്കുകയായിരുന്നു. എന്നാൽ ഉടമയ്ക്ക് മാറ്റിയുടെ ഒരു ഉൽപ്പന്നവും ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ അയാൾ മാറ്റിയോട് അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെട്ടു. ഇത് കേട്ട് ദേഷ്യം വന്ന മാറ്റി ഉടമയോട് മോശമായി സംസാരിച്ച് പുറത്തിറങ്ങിയപ്പോൾ മാറ്റി കണ്ടത് ട്രാഫിക് പോലീസ് അവളുടെ കാർ എടുത്തുകൊണ്ടുപോകുന്നതാണ്. കാരണം അവൾ നോ പാർക്കിംഗ് ഏരിയയിലാണ് കാർ പാർക്ക് ചെയ്തത്. അതേസമയം വീട്ടിലേക്ക് വന്ന കേറ്റ് തന്റെ ഉറ്റ സുഹൃത്താണ് മാറ്റിയെന്ന് മനസ്സിലാക്കുന്നു. അവർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. മാറ്റി ഒരു ഭ്രാന്തിയെപ്പോലെ ഡാൻസ് ചെയ്യുന്നത് കണ്ട കേറ്റ് അവളോടൊപ്പം ചേർന്ന് നൃത്തം ചെയ്തുകൊണ്ട് നീ വളരെ സന്തോഷവതിയാണെന്ന് തോന്നുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ മാറ്റി എന്റെ ജീവിതം കുഴപ്പത്തിലായി, എന്റെ കമ്പനിയുടെ ഒരു ഉൽപ്പന്നം പോലും വിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് മറുപടി നൽകി. മാറ്റി കേറ്റിനോട് നിന്റെ ദിവസം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ കേറ്റ് പ്രിൻസിപ്പൽ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന് പറഞ്ഞു. തുടർന്ന് തങ്ങളുടെ ദുഃഖം മാറ്റാൻ അവർ രണ്ടുപേരും മദ്യപിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇന്ന് രാത്രി ഒരു ആൺകുട്ടിയെ വിളിച്ചിട്ടുണ്ടെന്ന് മാറ്റി ഓർമ്മിക്കുന്നത്. പക്ഷേ അയാൾ ഇതുവരെ എത്തിയിട്ടില്ല. കേറ്റ് മാറ്റിയോട് നീ എല്ലാ ദിവസവും പുതിയ ആൺകുട്ടികളോടൊപ്പം സന്തോഷിക്കുന്നു, പക്ഷേ എന്റെ കിണർ കുറേ ദിവസമായി വറ്റിക്കിടക്കുകയാണ് എന്ന് പറയുന്നു. അതിന് മറുപടിയായി മാറ്റി അതിന് കാരണം നീ ഒരു ആൺകുട്ടിയെയും നിന്റെ അടുത്തേക്ക് വരാൻ അനുവദിക്കാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഇത് കേറ്റ് എഴുന്നേറ്റുറങ്ങാൻ പോകുന്നു. കുറച്ചു കഴിഞ്ഞ് മാറ്റി കേറ്റിന്റെ മുറിയിലേക്ക് ചെന്ന് കുറച്ചു ദിവസത്തേക്ക് പുറത്തുപോകാൻ ആവശ്യപ്പെട്ടു. കേറ്റ് അത് സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ അവർ രണ്ടുപേരും എയർപോർട്ടിലെത്തി. ചെക്ക് ഇൻ ചെയ്യുന്നതിന് വലിയൊരു നിര ഉണ്ടായിരുന്നു. അങ്ങനെ പോയാൽ ഫ്ലൈറ്റ് നഷ്ടമാകുമെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ഉടൻ തന്നെ മാറ്റി ഒരു ഗാർഡിന്റെ അടുത്തേക്ക് ചെന്ന് അവനെ ആകർഷിക്കാൻ തുടങ്ങി. ആ ഗാർഡ് മാറ്റിയോട് അടുപ്പത്തിലാകുകയും അവരെ ക്യൂവിൽ നിൽക്കാതെ അകത്തേക്ക് കടത്തിവിടുകയും ചെയ്തു. തുടർന്ന് മാറ്റിയും കേറ്റും വിമാനത്തിൽ കയറിയിരുന്നു. കുറച്ചുകഴിഞ്ഞ് റോണി എന്ന പേരുള്ള ഒരു ആൺകുട്ടി അവരുടെ അടുത്തേക്ക് വന്നു. യഥാർത്ഥത്തിൽ റോണിയുടെ സീറ്റ് അവർക്കിടയിലായിരുന്നു. മാറ്റിയെ കണ്ടപ്പോൾ അവൾ റോണിയുമായി അടുത്ത ബന്ധം ആഗ്രഹിച്ചു. അതുകൊണ്ട് അവൾ തന്റെ വാക്കുകളിലൂടെ റോണിയെ ആകർഷിക്കാൻ തുടങ്ങി. മാറ്റി റോണിയോട് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു. ഞാൻ എന്റെ സുഹൃത്തിന്റെ വിവാഹത്തിന് പോകുകയാണ് എന്ന് റോണി മറുപടി നൽകി. മാറ്റി റോണിയോട് സംസാരിക്കുന്നത് കേറ്റിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവളും റോണിയോട് സംസാരിക്കാൻ തുടങ്ങി. കേറ്റ് റോണിയോട് ഞങ്ങളുടെ ജോലി ശരിയല്ല, അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു ദിവസത്തേക്ക് കറങ്ങാൻ പോകുകയാണ് എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലോറിഡയിൽ വലിയൊരു കൊടുങ്കാറ്റ് വരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതിനാൽ അവരുടെ വിമാനം 2 ദിവസത്തേക്ക് ഈ നഗരത്തിൽ ഇറങ്ങേണ്ടി വന്നു. വിമാനത്തിൽ നിന്നിറങ്ങിയ ശേഷം മാറ്റിയും കേറ്റും 2 ദിവസത്തേക്ക് താമസിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. അവർ മുറിയിലേക്ക് പോകുമ്പോൾ റോണിയെ വീണ്ടും കണ്ടു. നീ ഇവിടെ എന്തു ചെയ്യുകയാണ്? നീ നിന്റെ സുഹൃത്തിന്റെ വിവാഹത്തിന് പോവുകയായിരുന്നില്ലേ എന്ന് മാറ്റി റോണിയോട് ചോദിച്ചു. എന്റെ സുഹൃത്തിന്റെ വിവാഹം 3 ദിവസത്തിനു ശേഷമാണ്, അതുകൊണ്ട് ഞാനിവിടെ ആസ്വദിക്കാൻ നിൽക്കുകയാണ് എന്ന് റോണി മറുപടി നൽകി. സംസാരത്തിനിടയിൽ റോണി അവരെ രണ്ടുപേരെയും വൈകുന്നേരം ഒരുമിച്ച് മദ്യപിക്കാൻ ക്ഷണിച്ചു. കേറ്റും മാറ്റിയും സമ്മതിച്ചു. മുറിയിലെത്തിയ മാറ്റി തന്റെ എല്ലാ വസ്ത്രങ്ങളടങ്ങിയ ബാഗ് എയർപോർട്ടിൽ മറന്നുവെച്ചെന്ന് മനസ്സിലാക്കി. മാറ്റി കേറ്റിനോട് അവളുടെ ഡ്രസ്സ് ചോദിച്ചപ്പോൾ കേറ്റ് എന്റെ കയ്യിൽ ഒരു ഡ്രസ്സേയുള്ളൂ, അത് ഞാൻ ഇന്ന് രാത്രി ധരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വിസമ്മതിച്ചു. രാത്രിയിൽ കേറ്റ് അതിമനോഹരമായൊരു ഡ്രസ്സ് ധരിച്ച് റോണിയെ കാണാൻ പോയി. റോണി കേറ്റിനോട് മാറ്റിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾക്ക് അത്യാവശ്യമായൊരു ജോലിയുണ്ടായിരുന്നു, അതുകൊണ്ട് അവൾക്ക് വരാൻ കഴിഞ്ഞില്ല എന്ന് കേറ്റ് മറുപടി നൽകി. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാറ്റി അവിടേക്ക് വന്നു. സാരി ധരിച്ച മാറ്റിയെ കണ്ടപ്പോൾ റോണി സാരിയിൽ നിന്നെ അതിമനോഹരിയായി തോന്നുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം റോണി കേറ്റിനും മാറ്റിക്കുമൊപ്പം ഇരുന്ന് മദ്യപിക്കാൻ തുടങ്ങി. റോണി അവരോട് അവരുടെ ജോലിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനൊരു സ്കൂൾ അധ്യാപികയാണ്, മാറ്റി ഒരു സൗന്ദര്യവർദ്ധക കമ്പനിയുടെ മാനേജരാണ് എന്ന് കേറ്റ് മറുപടി നൽകി. ഇത് കേട്ട് റോണിക്ക് തോന്നി അവരെക്കാൾ വളരെ താഴെയാണ് താനെന്ന്. അതിനുശേഷം റോണി കേറ്റിനോടും മാറ്റിയോടുമൊപ്പം നൃത്തം ചെയ്യാൻ തുടങ്ങി. കേറ്റ് റോണിയെ കെട്ടിപ്പിടിച്ച് ഡാൻസ് ചെയ്തപ്പോൾ മാറ്റിക്ക് ദേഷ്യം വന്നു. അവളും റോണിയെ ആകർഷിക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് മാറ്റിയുടെ സാരി താഴേക്ക് വീണു. ഇത് കണ്ട് അവിടെയുണ്ടായിരുന്ന എല്ലാവരും മാറ്റിയെ നോക്കി.
അതിനുശേഷം അവർ പാർട്ടിയിൽ നിന്ന് തിരിച്ചുവന്നു. മുറിയിലേക്ക് പോകുമ്പോൾ മാറ്റിക്ക് കേറ്റിനോട് ദേഷ്യമായി. കാരണം കേറ്റ് റോണിയെ ഒറ്റയ്ക്ക് കാണാൻ പോയിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർ രണ്ടുപേരും റോണിയോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ചു. അടുത്ത ദിവസം മാറ്റി റോണിയെ ടിയർ ബലൂണിൽ പോകാൻ ക്ഷണിച്ചു. ഇത് കേട്ട കേറ്റിന് വിഷമമായി. കാരണം അവൾക്ക് ഉയരത്തിൽ നിന്ന് പേടിയായിരുന്നു. അതിനാൽ അവൾ റോണിയുടെയും മാറ്റിയുടെയും കൂടെ പോകാൻ വിസമ്മതിച്ചു. എന്നാൽ റോണി മാറ്റിയോടൊപ്പം ഒറ്റയ്ക്ക് പോയാൽ അവൾ ആസ്വദിക്കുമെന്ന് കേറ്റിന് തോന്നി. അതിനാൽ കേറ്റും അവരുടെ കൂടെ പോകാൻ തയ്യാറായി. തുടർന്ന് അവർ മൂന്നുപേരും ടിയർ ബലൂണിൽ കയറി. അവിടെയുണ്ടായിരുന്ന ഒരമ്മാവൻ അവരെ മുകളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. മുകളിലേക്ക് പോയപ്പോൾ കേറ്റിന് പരിഭ്രമം തോന്നി. അതുകൊണ്ട് അവൾ അമ്മാവനോട് ബലൂൺ താഴേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അമ്മാവൻ കേറ്റിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാതെ ബലൂൺ മുകളിലേക്ക് കൊണ്ടുപോയി. ഇത് കണ്ടപ്പോൾ കേറ്റ് കൂടുതൽ ഭയന്ന് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അതുകണ്ട റോണി അവളെ സമാധാനിപ്പിച്ചു. അതേസമയം മാറ്റി മദ്യപിക്കാൻ വേണ്ടി കുപ്പിയുടെ മൂടി തുറന്നപ്പോൾ അത് അമ്മാവന്റെ കണ്ണിൽ ചെന്നുകൊണ്ടു. അങ്ങനെ അമ്മാവന്റെ മറ്റൊരു കണ്ണും പോയി. അയാൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. അതിനാൽ അയാൾ ഒരു ചെറിയ കുട്ടിയുടെ ജന്മദിന കേക്കിലേക്ക് ബലൂൺ ഇറക്കി. ഇതിനുശേഷം അവർ ഹോട്ടലിലേക്ക് തിരിച്ചുവന്നു. അടുത്ത ദിവസം റോണി പൂളിൽ നീന്താൻ പോയി. അത് കണ്ട് റോണിയെ ആകർഷിക്കാൻ വേണ്ടി കേറ്റും മാറ്റിയും ചെറിയ വസ്ത്രങ്ങൾ ധരിച്ച് അവിടേക്ക് വന്നു. അവർ രണ്ടുപേരും റോണിയെ ആകർഷിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ പൂളിലേക്ക് ചാടുന്നതിനിടയിൽ മാറ്റിയുടെ മുഖത്തിന് പരിക്കേറ്റു. അടുത്ത ദിവസം മാറ്റിയും കേറ്റും ഒരു റെസ്റ്റോറന്റിലിരിക്കുമ്പോൾ റോണി പോകുന്നത് കണ്ടു. ഇത് കണ്ട് അവർ റോണിയുടെ അടുത്തേക്ക് ചെന്ന്, "നീ എവിടേക്കാണ് പോകുന്നത്?" എന്ന് ചോദിച്ചു. "ഞാൻ എന്റെ സുഹൃത്തിന്റെ വിവാഹത്തിന് പോകുകയാണ്" എന്ന് റോണി മറുപടി നൽകി. കേറ്റും മാറ്റിയും തങ്ങളെയും കൂടെ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. റോണി സമ്മതിച്ചു. തുടർന്ന് അവർ ഒരു ടാക്സിയിൽ യാത്ര തുടങ്ങി. ടാക്സി ഡ്രൈവർ ലോഗന് മാറ്റിയെ വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അയാൾ അവളോട് ഫ്ലേർട്ട് ചെയ്യാൻ തുടങ്ങി. അതേസമയം റോണിയോടൊപ്പം ഇരുന്ന് മാറ്റിയോട് റോണി അടുപ്പം കാണിക്കുന്നത് കണ്ടപ്പോൾ കേറ്റിന് ദേഷ്യം വന്നു. അതുകൊണ്ട് അവൾ ലോഗനെയും റോണിയെയും മാറ്റിയുടെ കുട്ടിക്കാലത്തെ ഫോട്ടോ കാണിച്ച് കളിയാക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം യാത്ര ചെയ്ത ശേഷം അവർ ഒരു സ്ഥലത്തു നിന്നു. അവിടെ കേറ്റ് ശുചിമുറിയിലേക്ക് പോയി. മാറ്റി വേഗം ശുചിമുറിയുടെ വാതിൽ പുറത്തുനിന്നടച്ചു. റോണിയോടൊപ്പം തനിച്ച് സമയം ചെലവഴിക്കുന്നതിനു വേണ്ടിയായിരുന്നു അവളങ്ങനെ ചെയ്തത്. മാറ്റി റോണിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേറ്റ് ശുചിമുറിയുടെ ജനലിലൂടെ ചാടി പുറത്തിറങ്ങി. അങ്ങനെ അവളുടെ വസ്ത്രങ്ങൾ വൃത്തികേടായി. പുറത്തിറങ്ങിയ കേറ്റ് വളരെ ദേഷ്യപ്പെട്ടു. അവൾ റോണിയോട്, "ഏതോ മണ്ടൻ ശുചിമുറി പുറത്തുനിന്ന് പൂട്ടി" എന്ന് പറഞ്ഞു. ഇതിനുശേഷം കേറ്റ് തന്റെ വസ്ത്രങ്ങൾ വൃത്തിയാക്കി. പിന്നീട് അവർ യാത്ര തുടർന്നു. ഇപ്പോൾ കേറ്റ് റോണിയോടൊപ്പം പുറകിലിരിക്കുകയായിരുന്നു. അവൾക്ക് എങ്ങനെയെങ്കിലും റോണിയുമായി അടുപ്പം സ്ഥാപിക്കണമായിരുന്നു. അതുകൊണ്ട് അവൾ റോണിയോട് തന്റെ തോളിൽ മസാജ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. റോണി കേറ്റിന് മസാജ് ചെയ്തു. റോണി കേറ്റിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ മാറ്റിക്ക് ദേഷ്യം വന്നു. അതുകൊണ്ട് അവൾ ഒരു വൈൻ കുപ്പിയിൽ ഉറക്കഗുളികകൾ കലർത്തി കേറ്റിന് കുടിക്കാൻ കൊടുത്തു. പക്ഷെ കേറ്റ് അത് കുടിക്കാൻ വിസമ്മതിച്ചു. ഇത് കണ്ടപ്പോൾ ലോഗൻ മാറ്റിയിൽ നിന്ന് കുപ്പി വാങ്ങി സ്വയം കുടിച്ചു. രാത്രിയായപ്പോൾ റോണി, മാറ്റി, കേറ്റ് എന്നിവർ ഉറങ്ങി. പക്ഷേ ലോഗൻ ഇപ്പോഴും ഡ്രൈവ് ചെയ്യുകയായിരുന്നു. എന്നാൽ ഉറക്കഗുളികകളുടെ ഫലമായി ലോഗനും ഉറങ്ങിപ്പോവുകയും അവരുടെ കാർ റോഡിലുണ്ടായിരുന്ന ഒരു കെട്ടിടത്തിൽ ചെന്ന് ഇടിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവർക്ക് ആ രാത്രി ഒരു ഹോട്ടലിൽ തങ്ങേണ്ടി വന്നു. കാറിൽ നിന്നിറങ്ങുമ്പോൾ കേറ്റ് വൈൻകുപ്പിയിൽ ഉറക്കഗുളികകൾ കണ്ടു. അതോടെ മാറ്റി തന്നെ മയക്കിക്കിടത്താൻ ശ്രമിച്ചെന്ന് കേറ്റിന് മനസ്സിലായി. ഈ കാര്യത്തിൽ കേറ്റ് മാറ്റിയോട് ദേഷ്യപ്പെടുകയും ഹോട്ടലിൽ വേറൊരു മുറി ബുക്ക് ചെയ്യുകയും ചെയ്തു. കേറ്റ് ഒരു തണുത്ത പാനീയമെടുക്കാൻ പോകുമ്പോൾ റോണിയെ കണ്ടു. റോണിയും ഒരു പാനീയമെടുക്കാൻ വന്നതായിരുന്നു. "എനിക്കെത്ര നാളായി നിന്നെ ആസ്വദിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ മാറ്റി എപ്പോഴും ഇടയിൽ വരും" എന്ന് റോണി കേറ്റിനോട് പറഞ്ഞു. ഇത് പറഞ്ഞ് റോണി കേറ്റിനെ ചുംബിച്ചു. തുടർന്ന് റോണി കേറ്റിനെയും കൂട്ടി അവന്റെ മുറിയിലേക്ക് പോവുകയും അവളോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തു. ഇത് കേറ്റിനും വളരെ ഇഷ്ടപ്പെട്ടു. മറുവശത്ത് മാറ്റി തനിച്ചിരിക്കുകയായിരുന്നു. ലോഗൻ മാറ്റിയുടെ അടുത്തേക്ക് വന്നു. അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ലോഗനും മാറ്റിയോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ മാറ്റി അത് നിരസിച്ചു. പിറ്റേന്ന് രാവിലെ മാറ്റിയും കേറ്റും ഒരുമിച്ച് പ്രഭാതഭക്ഷണം കഴിച്ചു. അവിടെ വെച്ച് മാറ്റി, "നമ്മൾ തമ്മിൽ വഴക്കിടുന്നത് അവസാനിപ്പിക്കണം. കാരണം നമ്മൾ ഉറ്റ സുഹൃത്തുക്കളാണ്. ഒരു ആൺകുട്ടിയുടെ പേരിൽ നമുക്ക് ശത്രുക്കളാകാൻ കഴിയില്ല" എന്ന് കേറ്റിനോട് പറഞ്ഞു. സംസാരിക്കുന്നതിനിടയിൽ മാറ്റി റോണി കഴിഞ്ഞ രാത്രിയിൽ തന്നോടൊപ്പം സമയം ചെലവഴിച്ചെന്ന് കേറ്റിനോട് പറഞ്ഞു. ഇത് കേട്ട കേറ്റ് ചിരിക്കാൻ തുടങ്ങി. "കഴിഞ്ഞ രാത്രിയിൽ റോണി എന്റെ കൂടെയായിരുന്നു" എന്ന് കേറ്റ് മറുപടി നൽകി. ഈ കാര്യത്തെ ചൊല്ലി കേറ്റും മാറ്റിയും തമ്മിൽ വഴക്കുണ്ടാവുകയും പരസ്പരം അടിക്കുകയും ചെയ്തു. വഴക്കിനിടയിൽ അവർ ഹോട്ടൽ മുഴുവൻ നശിപ്പിച്ചു. ഇത് കണ്ടപ്പോൾ ഹോട്ടലുടമ പോലീസിനെ വിളിച്ചു. പോലീസ് കേറ്റിനെയും മാറ്റിയെയും അറസ്റ്റ് ചെയ്തു. ലോഗൻ പോലീസിനോട്, "റോണി എന്ന പേരുള്ള ഒരു ആൺകുട്ടി എന്റെ ടാക്സി കൊണ്ടുപോയി" എന്ന് പറഞ്ഞു. ലോഗൻ മാപ്പിൽ റോണിയുടെ സ്ഥലം നോക്കിയപ്പോൾ റോണി പോയ വിവാഹം അവന്റേതു തന്നെയാണെന്ന് മനസ്സിലായി. ഇത് കേട്ടപ്പോൾ കേറ്റിനും മാറ്റിക്കും റോണിയോട് ദേഷ്യം വന്നു. കാരണം റോണി അവരെ ചതിച്ചു. കേറ്റ് പോലീസിനോട് തങ്ങളെ പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഹോട്ടലിൽ വരുത്തിയ നഷ്ടം നികത്താൻ പോലീസ് ആവശ്യപ്പെട്ടു. കേറ്റും മാറ്റിയും ഹോട്ടലുടമയ്ക്ക് പണം നൽകിയ ശേഷം ലോഗനോടൊപ്പം ടാക്സിയിൽ കയറി റോണിയെ അന്വേഷിച്ച് പുറപ്പെട്ടു. കുറച്ചു കഴിഞ്ഞ് അവർ റോണിയുടെ വിവാഹം നടക്കുന്ന സ്ഥലത്തെത്തി.
പക്ഷേ അവർ വൈകിയതിനാൽ റോണിയുടെ വിവാഹം കഴിഞ്ഞിരുന്നു. ചുറ്റും നോക്കിയപ്പോൾ അവർ റോണിയെ കണ്ടു. റോണി അവരെ കണ്ട് ഓടാൻ തുടങ്ങി. പക്ഷേ അവർ രണ്ടുപേരും അവനെ പിടികൂടി. കേറ്റും മാറ്റിയും റോണിയോട് നീ ഞങ്ങളെ ചതിച്ചു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. നിങ്ങൾ രണ്ടുപേരുമാണ് തുടക്കം മുതൽ എന്നോടൊപ്പം ആസ്വദിക്കാൻ ആഗ്രഹിച്ചത്. ഇപ്പോൾ എന്റെ വിവാഹം കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പോകണം എന്ന് റോണി മറുപടി നൽകി. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോണിയുടെ ഭാര്യയും അവിടേക്ക് വന്നു. റോണി തന്റെ ഭാര്യയെ വളരെ ഭയപ്പെടുന്നുണ്ടെന്ന് കേറ്റും മാറ്റിയും മനസ്സിലാക്കി. കാരണം അവൾ വളരെ ദേഷ്യക്കാരിയാണ്. ഇത് കണ്ടപ്പോൾ കേറ്റിനും മാറ്റിക്കും സന്തോഷമായി. കാരണം റോണിയുടെ ഭാര്യ ഇനി അവനെ മറ്റൊരു പെൺകുട്ടിയെ നോക്കാൻ പോലും അനുവദിക്കില്ല. ഇതെല്ലാം കണ്ട ശേഷം മാറ്റിയും കേറ്റും എയർപോർട്ടിലേക്ക് വന്നു. അവിടെ വെച്ച് മാറ്റി കേറ്റിനോട് നമുക്കിനി ഒരുമിച്ച് താമസിക്കാൻ കഴിയില്ല, നമുക്ക് നമ്മുടെ വഴികളിൽ പോകണം എന്ന് പറഞ്ഞു. കേറ്റ് അത് സമ്മതിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കേറ്റ് വീണ്ടും സ്കൂളിൽ ജോലിക്ക് ചേരാൻ പോകുന്നു. പ്രിൻസിപ്പൽ കേറ്റിന് വീണ്ടും ജോലി നൽകി. അതേസമയം മാറ്റി ലോകനുമായി ഒരു ബന്ധം സ്ഥാപിച്ചു. അങ്ങനെ മാറ്റിയും കേറ്റും സന്തോഷത്തോടെ അവരുടെ ജീവിതം നയിക്കുന്നു. ഈ സസ്പെൻസോടെ സിനിമ അവസാനിക്കുന്നു. സുഹൃത്തുക്കളെ, സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.